ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് ഒരു അഭിനേതാവിനും അവകാശപ്പെടാനില്ലാത്ത അപൂർവവും അത്ഭുതകരവുമായ ഒരു പ്രതിഭാസമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. കേവലം മാസ സ്റ്റൈലുകൾ കൊണ്ടോ അമ്പരപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സിനിമാശാലകളിൽ മുഴങ്ങുന്ന ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കൊണ്ടോ മാത്രം കെട്ടിപ്പടുത്തതല്ല അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. മറിച്ച് ബാംഗ്ലൂരുവിലെ സാധാരണ തെരുവുകളിൽ നിന്നും വിയർപ്പൊഴുക്കിയ ദിനങ്ങളിൽ നിന്നും തുടങ്ങി തമിഴ് സിനിമയുടെ തലൈവർ പദവിയും കടന്ന് ഇന്ത്യൻ സിനിമാ സാമ്രാജ്യത്തിന്റെ സിംഹാസനം വരെ നീളുന്ന പോരാട്ട നിർഭരമായ ആ ജീവിതമാണ് ഏതൊരു സാധാരണക്കാരെയും ഇന്നും ആവേശഭരിതരാക്കുന്നത്. ഇപ്പോൾ ഇത് ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരേപോലെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് ആ ജീവചരിത്രം പുസ്തകങ്ങളിലേക്ക് പകർത്തിവെക്കാൻ തയ്യാറെടുക്കുകയാണ് രജനീകാന്ത്. തന്റെ ജീവിതത്തിലെ അവിശ്വസനീയമായ ഉയർച്ച താഴ്ചകളും വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ഇതുവരെ പറയാത്ത അനുഭവങ്ങളും തുറന്നെഴുതി സ്വന്തമായി ആത്മകഥ എഴുതാൻ സൂപ്പർ സ്റ്റാർ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് തരംഗമായി മാറിയിരിക്കുന്നത്. ഇതുവരെ ഇതേക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും താരവുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങളും മകൾ സൗന്ദര്യ രജനീകാന്തും ഈ വാർത്തകൾ ശരിവെച്ചിട്ടുണ്ട്. രജനീകാന്ത് തന്റെ ആത്മകഥാ രചനയുടെ തുടക്കഘട്ടത്തിലാണെന്ന് സൗന്ദര്യ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. ബാല്യകാലത്തെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അനുഭവങ്ങളിൽ തുടങ്ങി സിനിമയിൽ എത്തിയതും അവിടെ നിന്ന് സിനിമാ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ആത്മകഥയിൽ ഉണ്ടാകും. ഒരു സാധാരണ മറാഠി കുടുംബത്തിൽ ശിവാജി റാവു ഗോയ്ക്വാദ് എന്ന പേരിൽ ജനിച്ച രജനീകാന്തിന്റെ ബാല്യവും കൗമാരവും വൻ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ബാംഗ്ലൂരുവിലെ RTC ബസ്സുകളിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് അഭിനയത്തോട് അണയാത്ത പ്രണയം തോന്നുന്നതും തുടർന്ന് കയ്യിൽ കുറഞ്ഞ പണവുമായി മദ്രാസിലേക്ക് വണ്ടി കയറുന്നതും. അവിടെ അയാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിനിടയിലാണ് ഇതിഹാസ സംവിധായകൻ K. ബാലചന്ദ്രന്റെ കണ്ണിൽ ആ യുവാവ് പെടുന്നത്. അങ്ങനെയാണ് ശിവാജി റാവു ഗോയ്ക്വാദ് എന്ന ചെറുപ്പക്കാരൻ രജനീകാന്ത് എന്ന പേരിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കമിടുന്നത്. തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെയും ചെറിയ വേഷങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം പിന്നീട് തന്റെ വേറിട്ട നടപ്പ്, വർത്തമാന ശൈലി, സിഗരറ്റ് വായിൽ ഉയർത്തിപ്പിടിച്ച് ചുണ്ടിൽ വെക്കുന്ന രീതി തുടങ്ങിയ ഐക്കോണിക് മാനറിസങ്ങളിലൂടെ തമിഴ് സിനിമയിലെ നായക സങ്കല്പങ്ങളെ ഒന്നടങ്കം തിരുത്തി കുറിക്കുകയായിരുന്നു. താൻ കടന്നു വന്ന കഠിനാധ്വാനത്തിന്റെ നാളുകളും സിനിമയിലെ തുടക്കകാലത്ത് നേരിട്ട ഒറ്റപ്പെടലുകളും സിനിമാ ലോകത്തെ വലിയ സൗഹൃദങ്ങളും സങ്കടങ്ങളും എല്ലാം ആത്മകഥയിൽ തുറന്നെഴുതും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. എന്നാൽ ആത്മകഥയുടെ പ്രഖ്യാപനം മാത്രമല്ല സിനിമാ പ്രേമികളെ കാത്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ രജനീകാന്തിന്റെ ജീവിതം ബിഗ് സ്ക്രീനിൽ പുനരാവിഷ്കരിക്കുന്ന വലിയൊരു ബയോപിക്കിന്റെ പ്രാഥമിക ആലോചനകളും പണിപ്പുരയിൽ നടക്കുന്നുണ്ട്. തന്റെ ജീവചരിത്രം സിനിമയാക്കുമ്പോൾ വെള്ളിത്തിരയിൽ തലവനായി മാറാൻ ആരാകും എത്തുക എന്ന വലിയ ചോദ്യം ഇപ്പോൾ തന്നെ ചർച്ചയായി കഴിഞ്ഞു. അതേസമയം സിനിമാ സെറ്റുകളിലും തിയേറ്ററുകളിലും വീണ്ടും മാസ് കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ബോക്സ് ഓഫീസ് തയ്യാറെടുക്കുകയാണ്. നെൽസൺ പ്രദീപ് കുമാർ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം ജയിലർ 2ന്റെ തിരക്കുകളിലാണ് താരം നിലവിലുള്ളത്. ഒക്ടോബർ 15-ന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിയിലധികം രൂപ വാരിക്കൂട്ടിയ ജയിലർ ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗത്തിന്റെ മാസ പ്രമോഷൻ വീഡിയോ ജനുവരി 14-നാണ് പുറത്തു വന്നത്. പിന്നാലെ മാർച്ച് മാസത്തോടെ ചിത്രീകരണവും ആരംഭിച്ചു. ആദ്യ ഭാഗത്തെ പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും ജയിലർ 2 എന്നാണ് വിവരം. റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെയാണ് രണ്ടാം ഭാഗത്തിനും സംഗീതം പകരുന്നത്. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ സാധ്യതയുള്ള ഈ ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത്. ബോളിവുഡ് സൂപ്പർ താരം ഹൃത്തിക് റോഷൻ ചിത്രത്തിന്റെ ഒരു പ്രധാന ക്യാമിയോ റോളിൽ എത്തുന്നുമുണ്ട്. അതിനൊപ്പം ആദ്യ ഭാഗത്തിൽ മാത്യു എന്ന കഥാപാത്രത്തിലൂടെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും രണ്ടാം ഭാഗങ്ങളിൽ എത്തുന്നുണ്ട്. കൂടാതെ മലയാളി താരം സുരാജ് വെഞ്ഞാറമൂടും ആദ്യ ഭാഗത്തിൽ വർമ്മൻ എന്ന മാസ് വില്ലനായി കയ്യടി നേടിയ വിനായകനും ജയിലർ 2-ൽ ഉണ്ടാകുമെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരൻ നിർമ്മിച്ച ഈ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമാ ആഘോഷമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല.